നമ്മളിതിപ്പം ഓരോ ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അതിന്റെ ഭംഗി കൊണ്ടാണ് ആൾക്കാർ ഇറങ്ങുന്നതും. ഇത് കളർ തൂവലുകൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ആകർഷണീയതയാണ് അല്ലേ? കളക്ട് ചെയ്ത് ഞാൻ തന്നെ നിർമ്മിക്കുകയാണ് സ്വന്തമായിട്ടുണ്ടാകും. ഏത് സ്ഥലത്തിരുന്ന്. എവിടെ ഇരുന്ന്? ഞാൻ എവിടെയോ അവിടെ ഇരുന്ന്. ഓ, എവിടെയാണോ പോകുന്നത് അവിടെ ഇരുന്നാണ് എഴുന്നേറ്റേ ഉള്ളവിടെ. ഒരു ബാഗ്, ഈ ഒരു ബാഗിനകത്ത് ഇതെല്ലാം എടുത്താ ഒരു ബാഗിനകത്ത് വെച്ച് ഈ സൈഡില് മടക്കി കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ സാധാ ഒരു ട്രാവലർ ഡോക്ടർ ഒരു അവധി നമുക്ക് തന്നായിരുന്നു. ഇത്രയും ദിവസം കഴിയാതെ പുറത്തിറങ്ങുന്നു. ആ ദിവസം കഴിയാൻ കാത്തിരുന്നു. പിറ്റേന്ന് പുതിയ ടെക്നിക്കായിട്ട് പുതിയ പരിപാടി ഞാൻ വെളിയിലെത്തി. ഹായ് സുഹൃത്തുക്കളെ, ഞാന് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന ഈ ഹൈവേ സൈഡിൽ കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കച്ചവട കാഴ്ച നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയത്. ഇവിടെ എൻ്റെ തൊട്ട് പിറകിലായിട്ട് വ്യത്യസ്തമായ കളർഫുൾ ആയിട്ടുള്ള ഒരു കച്ചവട കാഴ്ച ഞാൻ കണ്ടു. ചേട്ടാ, ഇതിന്റെ വീഡിയോ എടുക്കാമല്ലോ? എന്ന് ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താണ്? നൗഷാദ് ചേട്ടാ, ഈ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങളുടെ ഈ കച്ചവട കാഴ്ചയുടെ ഇതൊരു വ്യത്യസ്തമായ ഒരു കച്ചവട കാഴ്ചയാണ്. ഞാൻ സാധാരണ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാനിപ്പോ ഒരു 2-3 വർഷമായിട്ട് ഈ റോഡിലുണ്ട്. ഈ റോഡില് പിന്നെ ട്രിവാൻഡ്രം NH-ലുണ്ട്, പിന്നെ കായംകുളം അടൂർ റോഡിലുണ്ട്. അപ്പൊ എങ്ങനെ ചേട്ടൻ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്തത്? ഞാൻ താമസിക്കുന്നത് മേവറത്ത് മെഡിസിറ്റിയുടെ അടുത്ത്. അവിടുന്ന് 50 കിലോമീറ്ററോളം ഓടിയാണ് ഇവിടെ വരുന്ന ഓരോ സ്ഥലത്തേക്കും പോകുന്നത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഈ കച്ചവടമായിട്ട് എത്ര ദൂരം പോയിട്ടുണ്ട്? എത്രയൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട്? ഞാൻ ഇത്രേ ഉള്ളു. ഞാൻ ഒരു നിശ്ചിത ദൂരം എനിക്കുണ്ട്. ഒരു 50-60 കിലോമീറ്റർ ഒരു ദിവസം 100-120 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറാണ് നമ്മളുടെ ഒരു ടാർഗറ്റ്. കച്ചവടം അല്ല, ഇതെന്താണ് ശരിക്കും? ഇത് വണ്ടികളിലിടുന്ന ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന സാധനമാണ്. അതിനെ മോഡിഫൈ ചെയ്ത് വേറെ രീതികളിലാക്കി. ഇതാണ് ഒരു പീസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു പീസ്. നമ്മളിതിപ്പം ഓരോ ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അതിന്റെ ഭംഗി കൊണ്ടാണ് ആൾക്കാർ ഇറങ്ങുന്നതും. ഇതെന്താണെന്ന് കാണാനുള്ള കൂടി കൊണ്ടാണ്. ആരും ഇതുപോലെ ഇങ്ങനെ വാരിയിടില്ല. ട്രാഫിക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രാഫിക്കില് മറ്റേ അവരുടെ നമ്മളുടെ അതിഥി തൊഴിലാളികള് പോലെ വരുന്ന ആൾക്കാര് അവര് വന്ന് കച്ചവടം ചെയ്യുന്ന. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മള് തന്നെയാണ് നിർമ്മാണവും. ഇത് മേക്ക് ചെയ്യുന്ന ചേട്ടനാണ്? ഞാൻ തന്നെയാണ്, സ്വന്തമായിട്ടാണ്. അതെ. അപ്പൊ ഇത് ചേട്ടൻ അപ്പൊ ഈ തൂവലുകളും ഈ ഐറ്റംസ് കളക്ട് ചെയ്ത് ഞാൻ തന്നെ നിർമ്മിക്കുകയാണ് സ്വന്തമായിട്ടുണ്ടാവും. ഏത് സ്ഥലത്തിരുന്ന്. എവിടെ ഇരുന്ന്? ഞാൻ എവിടെയോ അവിടെ ഇരുന്ന്. ഓ, എവിടെയാണോ പോകുന്നത് അവിടെ ഇരുന്നാണ്? എഴുന്നേറ്റേ ഉള്ളു അവിടുന്ന്. ഓ, ഞങ്ങളെ കണ്ടത് കൊണ്ട് ഞങ്ങളെ ഇങ്ങനെ വന്നത് കണ്ട് ഞാൻ ഒരു ലാസ്റ്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന പീസാണ് ഈ പീസ്. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത്. ആ ഒരു പീസിന് 100 രൂപ വിലയാണ്. 100 രൂപയാണ് ഈ ഒരു പീസിന്റെ വില. ശരിക്കും ഇത് വണ്ടികളിൽ മാത്രമാണോ അതോ വീടുകള് കുട്ടികളുടെ തൊട്ടില് കുഞ്ഞു 28 കെട്ടുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ശരിക്കും അതാണ് ഇതിന്റെ ഒരു ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അത് നമ്മളെ നാട്ടിൽ അത് കുറവാണ്. അത് വടക്കേ ഇന്ത്യയിലോട്ടാണ്. വടക്കേ ഇന്ത്യ അല്ല, ഇത് വെളിയിലാണ്, പുറത്താണ് ഇതിന്റെ ജന്മദേശം. ശരിക്കും ഇതിന്റെ പേരെന്താണ്? ഡ്രീം ക്യാച്ചർ എന്നാണ് പേര്. ഇതില് അതിനെ ഞാൻ മോഡിഫൈ ചെയ്ത് പടങ്ങൾ കയറ്റി. ശരിക്കും ഇതാണ് ഡ്രീം ക്യാച്ചർ. ശരിക്കും ഈ സാധനമാണ് ഡ്രീം ക്യാച്ചർ. അപ്പൊ ഇതിനെ ചേട്ടൻ ഇതേപോലെ മുരുകന്റെ ഫോട്ടോ അല്ലല്ല, ഇത് ഒരു പീസാണ്. ഓ, ഇതൊരു പീസ്, ഇത് വേറൊരു പീസ്. അതെ. ശരിക്കും ഈ ഒരു ഒറ്റ പീസാണ് ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. അതെ, ഇതാണ് നമ്മളുടെ ശരിക്കും ഇത് 150 രൂപയുടെ പീസാണ്. 150 രൂപ. ഇതാണ് ഡ്രീം ക്യാച്ചർ. പക്ഷെ അതിനെ ചേട്ടൻ മോഡിഫൈ ചെയ്താണ്. കണ്ടില്ല, ഇതിനെ ഇങ്ങനെ നല്ല പല ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ വീടിന്റെ ഒക്കെ ഫ്രണ്ടിൽ കെട്ടി തൂക്കിയിടാനൊക്കെ പറ്റുന്ന എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ മതവിഭാഗങ്ങളുടെ ഉണ്ട്. പരമശിവനുണ്ട്, യേശു ക്രിസ്തു ഉണ്ട്, ഗണപതി ഉണ്ട്, അല്ലേ? മുഹമ്മദ് നബിയുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. A to Z സംഭവങ്ങളുണ്ട്. അപ്പൊ ചേട്ടാ, ഇതിങ്ങനെ ഈ ഒരു 2 വീലറിൽ ഇനി ഇത് എന്ത് ചെയ്യും? ഇതെല്ലാം പോകാൻ ഒരു ബാഗിനകത്ത് കയറാനുള്ളത്. ഒരു ബാഗ്, ഈ ഒരു ബാഗിനകത്ത് ഇതെല്ലാം എടുത്താ ഒരു ബാഗിനകത്ത് വെച്ച് ഈ സൈഡില് മടക്കി കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ സാധാ ഒരു ട്രാവലർ, സാധാ ഒരു ആള് പോകുന്ന കണക്ക് പോകുന്നു. വേറെ ഒന്നും. അപ്പൊ ചേട്ടാ, ഈ ഒരു ജോലി തുടങ്ങിയിട്ട് എത്ര കാലം ഈ ഒരു ബിസിനസ്? ഇപ്പൊ ഒരു കൊറോണയ്ക്ക് ശേഷം. അപ്പൊ ഈ കൊറോണ വരെ ഞാൻ കുവൈറ്റിലായിരുന്നു. അവിടെ നിന്ന് വന്ന് മാസ്ക് കച്ചവടമായിരുന്നു കൊറോണ കാലത്ത്. അങ്ങനെയാണ് റോഡിൽ വന്നത്. അതിൽ നിന്നും മാസ്ക് കച്ചവടമായിരുന്നു ഇങ്ങനെയുള്ള ബിസിനസിന്റെ ഐഡിയയുടെ തുടക്കം.
അപ്പൊ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ മാസ്ക് കച്ചവടത്തിന്റെ ആ ഒരു വാല്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. അപ്പൊ ഇത് എനിക്കറിയില്ലായിരുന്നു. എന്റെ മകളും മരുമകളും കൂടെ പഠിപ്പിച്ചതെന്നാണ്. മകളും മരുമകളും കൂടി, മരുമകളെന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകള് പഠിപ്പിച്ചതെന്നാണ്. അവർ രണ്ടും കൂടെ ഇത് കാണിച്ചു തന്നു. ഞാൻ അത് പഠിച്ച് 3 മാസം ഇരുന്ന് ചെയ്ത് വീട്ടിലിരുന്ന് റോഡിലേക്ക് വന്നത്. അതിനുശേഷം റോഡില് ഈ ബിസിനസ് എങ്ങനെയാ ഇപ്പൊ എങ്ങനെയാണ് ചേട്ടന് അത്യാവശ്യം നല്ല രീതിയിൽ? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകും. അപ്പൊ ഈ 50 കിലോമീറ്റർ പെട്രോൾ അടിച്ച 150 രൂപ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ചില ദിവസം കാണില്ല, ഒന്നും കാണില്ല. ചില ദിവസങ്ങളിൽ ഈ ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ ഉത്സവപ്പറമ്പ് ഞാൻ പോവില്ല. ഉത്സവപ്പറമ്പിൽ കച്ചവടം ഇല്ല. അതിന്റെ കാരണം എന്താണ്? എനിക്ക് പിന്നെ ആരോഗ്യസ്ഥിതി മോശം. ഞാൻ ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു. എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അറ്റാക്ക് കഴിഞ്ഞ് പിന്നെ സ്റ്റഡ് ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 മാസമായത്. അപ്പൊ ഇതൊരു മനസ്സമാധാനം ഉണ്ടല്ലേ? സമാധാനം, സ്വസ്ഥം ജീവിക്കാൻ ഇത് പോരാ. അത്യാവശ്യം ഇപ്പൊ ഒന്നും ജീവിച്ചെങ്കിലും ചേട്ടന്റെ കാര്യങ്ങൾ തട്ടിമുട്ടി കഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് ഉള്ളൊരു അത് ഡെയിലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എല്ലാ ദിവസവും ഇറങ്ങണം. അതെങ്ങനെ? ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് നമുക്ക് കൂടുതൽ കച്ചവടം ഉള്ളത്. ഇപ്പം നോയമ്പ് കാലം ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്? അതേ ഈ ചെറുപ്പക്കാരാണ്? അതേ പ്രായമുള്ള? എങ്ങനെയാണ് ചേട്ടാ അത്? കൂടുതലും നമ്മളുടെ പിന്നെ സർവീസ്, അതായത് കടകളിലേക്ക് സാധനം കൊടുക്കുന്ന വണ്ടികളുണ്ട്, പലചരക്ക് കച്ചവടങ്ങളൊക്കെ, വാൻ ഉണ്ടല്ലോ, അവരാണ് ഏറ്റവും കഴിഞ്ഞാൽ കാറുകാർ. ഈ കുട്ടികൾക്ക് വേണ്ടി വാങ്ങുന്ന അപൂർവമാണ്. കുട്ടികൾ ആരെങ്കിലും ഒക്കെ വാശി പിടിച്ചത് 250 രൂപയുടെ കച്ചവടം ഒരു കുട്ടിയുടെ നിർബന്ധം കാരണം. നമ്മുടെ ഈ തൂവലുകളില്ലേ, ഈ കളർ തൂവലുകൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ആകർഷണീയതയാണ് അല്ലേ? അപ്പൊ ഈ ഒരു ഇത് കാരണം അതാണ് ചോദിച്ചത്. കുട്ടികൾ ചിലപ്പോ ഒരുപാട് പേര് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമാണ്. കുട്ടികൾ വന്ന മാതാപിതാക്കളുടെ സാമ്പത്തികം ചിലർ കാണില്ല. ഞാനത് വേണമെന്നുള്ളവർക്ക് നമ്മൾ അതനുസരിച്ച് വില വാങ്ങിയിട്ട് കൊടുക്കും. 300 രൂപയുടെ സാധനം ഞാൻ 250 രൂപയ്ക്ക് കൊടുക്കും. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾ. ആള് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഇളയ കുട്ടി 8ാം ക്ലാസ്സില്. വൈഫ് സ്റ്റിച്ചിങ്ങിന്റെ ഇതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഈ ഹാർട്ട് അറ്റാക്കിന്റെ പ്രോബ്ലം വന്നതിന് ശേഷമാണ്, ഈ സർജറി വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള ലഘുവായിട്ടുള്ള ഇനി അതേ പറ്റൂ. അപ്പൊ എങ്കിലും ചേട്ടൻ ഈ പറഞ്ഞ ചില ആൾക്കാരുണ്ട്, എനിക്ക് ഇന്നൊരു അസുഖം വന്ന് അല്ലേ, എനിക്ക് ഇനി ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചേട്ടൻ അടുത്തൊരു ഐഡിയ. ഡോക്ടർ ഒരു അവധി നമുക്ക് തന്നായിരുന്നു, ഇത്രയും ദിവസം കഴിയാതെ പുറത്തിറങ്ങുന്നു. ആ ദിവസം കഴിയാൻ കാത്തിരുന്നു. പിറ്റേന്ന് പുതിയ ടെക്നിക്കായിട്ട് പുതിയ പരിപാടിയായിട്ട് ഞാൻ വെളിയിലെത്തി. നമുക്ക് സുഹൃത്തുക്കളെ, നമുക്ക് എന്ത് ചെയ്യും അല്ലേ, നമുക്ക് എന്ത് ചെയ്തും നമുക്ക് ജീവിക്കാൻ പറ്റും. തീർച്ചയായും നമുക്ക് അതിനുള്ള സാഹചര്യം നമ്മുടെ ഈ ലോകത്തുണ്ട്. നമുക്ക് ഒരുപാട് ചിലപ്പോ ലക്ഷങ്ങളും കോടികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ജീവിച്ചു പോകാൻ സമാധാനം അല്ലേ, നമുക്ക് ജീവിച്ചു പോകാനുള്ള A-Z സംഭവങ്ങളും നമുക്ക് ഈ നമ്മുടെ ഈ ലോകത്തുണ്ട്. നമ്മളത് കണ്ടെത്തുക, നമ്മളെ കണ്ടെത്തി മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഒരു വലിയ തെളിവാണ് ചേട്ടൻ അല്ലേ. അപ്പൊ ചേട്ടന്റെ ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം. ഇതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ കണ്ടിട്ട് ഇതെന്ന് വെച്ചാൽ എല്ലായിടത്തും കിട്ടുന്നതല്ല, എല്ലാ സ്ഥലത്തും കിട്ടും. MC റോഡിൽ തന്നെ ഞാൻ കാണും, MC റോഡിൽ കാണും. അഥവാ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞ ചേട്ടാ ഇത് കൊറിയർ അയച്ചു ഉണ്ട്. നമുക്ക് ഇതുണ്ട്, ഐഡിയ ഉണ്ട്. ഏതാണ്? മുഫാഷ് എന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ട്. ഉണ്ട്, മകൾക്കുണ്ട്. അപ്പൊ ഇത് എവിടെ വേണോ, ആര് ആവശ്യപ്പെട്ടാലും ചേട്ടൻ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും. അപ്പൊ ചേട്ടന്റെ ഫോൺ നമ്പർ എത്രയാണ്? 98 വാട്സപ്പ് ഉള്ള നമ്പർ 9895222813. അപ്പൊ ഈ ഒരു നമ്പറിലോട്ട് എന്റെ നമ്പർ അല്ല, ഓക്കെ. അപ്പൊ ഈ നമ്പറിലോട്ട് വിളിച്ചിട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ചേട്ടാ ഇത് അയച്ചു കൊടുക്കും. കൊടുക്കാൻ പറ്റിയ സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനിൽ വേണോ ഈ ചേട്ടൻ ചെയ്തു കൊടുക്കും അല്ലേ? അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യുമെന്ന് പറയുന്നതെങ്കിലും, പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ പേര് വെച്ചുള്ളത് ചോദിക്കും. അത് ആ ഒരു നിർമ്മാണം മാത്രം എനിക്ക് അതില്ല. ബാക്കി ഇതുപോലുള്ള ഈ രൂപങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പയ്യൻ വന്നു ഒരെണ്ണം ഓർഡർ പോയിരിക്കുകയാണ്. ഓക്കെ ചേട്ടാ. അപ്പൊ ചേട്ടനെ കാണാനും ചേട്ടന്റെ ഈ ഒരു കച്ചവടം, എന്റെ പേര് ശരത് വ്ലോഗ്, എന്റെ പേര് ശരത് എന്നാണ്. അപ്പൊ ചേട്ടനെ കാണാനും ചേട്ടന്റെ ഈ ഒരു കച്ചവടം എന്റെ പ്രേക്ഷകരിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്.
അപ്പൊ ഇനിയും നമുക്ക് കാണാം കാണാം. ഏതെങ്കിലും വഴി ഇതുവഴി ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നിലമേ, ആ, ആയൂര്, ആയൂര്, കൊട്ടാരക്കര, പിന്നെ 7 മൈൽ, ഇങ്ങനെയാണ് ഇപ്പൊ എന്റെ പിന്നെ ചീരങ്കാവ്. ഇത്രയുമാണ് ഇപ്പൊ ഓക്കെ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടാവണം ചേട്ടൻ. തീർച്ചയായിട്ടും. നമ്മളും ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയാണ്. ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം കൂടെ ഞാൻ ഈ ഒരു ഐറ്റത്തിൽ നിന്ന് ഇപ്പൊ വാങ്ങിക്കാൻ വേണ്ടി പോയാണ്. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ആ ഒരു ഐറ്റം നമുക്ക് തിരഞ്ഞെടുക്കാം. ആ, എവിടെ നോക്കട്ടെ, ഏതാണ് എടുക്കുന്നത്? ശ്രീബുദ്ധൻ. അത് പുതിയ ഇതാണ്, ഇപ്പോഴത്തെ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഇതുവരെ ഞാൻ ആദ്യമായിട്ട് എവിടെ നോക്കട്ടെ? കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് ഇപ്പൊ ഇതൊരു ട്രെൻഡ് സെലക്ഷൻ ആണ് കേട്ടോ, നമ്മളെ സെലക്ഷൻ. അത് ബ്ലാക്കിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര കേട്ടോ, ഇതിന്റെ വില എത്രയാണ്? അത് 100 രൂപയാണ്. 100 രൂപ. സുഹൃത്തുക്കൾ, അപ്പം ഞാൻ നമ്മൾ വാങ്ങിച്ച, നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റം ഇതാണ്. കണ്ടില്ലേ, ശ്രീബുദ്ധന്റെ ഒരു സംഭവമാണ്. അപ്പോൾ നല്ല സൂപ്പർ ഐറ്റം കേട്ടാ. 130 രൂപയായിരുന്നു. ചേട്ടൻ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് 100 രൂപയ്ക്ക് തന്നത്. നിങ്ങൾക്കും ചിലപ്പോൾ ഡിസ്കൗണ്ടുകൾ കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ടുകൾ. അപ്പൊ ഏതായിരുന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.